മീൻ വാങ്ങിക്കാനായിട്ട് രാവിലെ തുടങ്ങി കാത്തിരിപ്പുണ്ട്. ഈ ഭാഗങ്ങളിലൊക്കെ ആണെങ്കിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മീൻകാർ കാണാൻ പോലും കിട്ടാറില്ല കേട്ടോ. പക്ഷെ ഞാൻ ഇന്ന് രണ്ടത്തിന് കണ്ടുപിടിച്ചു. അങ്ങനെ അതിൽ മാത്രമല്ലാണ്ട് ആ ചേട്ടൻ്റെ വെറൈറ്റി ഒരു മീനും കൂടി ഇടാണ്ട് നമ്മുടെ വട്ടക്കണ്ണൻ. അപ്പോൾ പിന്നെ കുറേ കാലമായിട്ടുണ്ടായിരുന്നു നമ്മുടെ വട്ടക്കണ്ണൻ മേടിച്ചിട്ട് അങ്ങനെ കൈയോടെ അതങ്ങോട്ട് മേടിച്ചെടുത്തു. നല്ല തടിയും 2 വട്ടക്കണ്ണൻ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനാദ്യം കണ്ടപ്പോൾ വിചാരിച്ചു ഇതിനായിട്ട് ഞാനൊരു മൽപ്പിടുത്തം നടത്തേണ്ടി വരുന്നു. പക്ഷേ ഇതൊരു സഹകരണ സ്വഭാവമുള്ളതായിരുന്നു. ഞാൻ സിമ്പിളായിട്ട് നന്നാക്കി. മീൻ നന്നാക്കലിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് കേട്ടിരുന്ന ആ ശരീരം ഉണ്ടല്ലോ, അത് ഈ മുതലിൻ്റെ കേട്ടോ. ഞാൻ എപ്പോൾ മീൻ നന്നാക്കാൻ ഇറങ്ങിയാൽ അതിലൊന്ന് കൈയിട്ടലമ്പിയില്ലെങ്കിൽ അവനൊരു സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ മീനൊക്കെ നന്നാക്കി കയറി നല്ല പോലെ ഒന്ന് മസാലയൊക്കെ തേച്ച് ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ട് ഫ്രിഡ്ജിൽ കയറ്റേണ്ട കുറച്ച് സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ കയറ്റി നേരെ ഉപ്പേരിയുടെ പരിപാടിയിൽ നോക്കിയിട്ട് അപ്പം ഇന്ന് ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് നേരെ അതിലേക്ക് വേണ്ട സംഭവങ്ങളൊക്കെ ഇടിച്ചും ചതച്ചും പൊടിച്ചൊക്കെ എടുത്തിട്ട് ആദ്യം തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന ഓമക്കായ ചതച്ച മുളകിട്ട് താളിച്ച് ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചു. എന്നിട്ട് ആ ചട്ടിയിൽ എന്നെ ബീട്രൂട്ടിനുള്ളത് വറവിട്ടിട്ട് നേരെ ആവിയിൽ വേവിക്കാനായിട്ട് അടച്ച് മൂടി വെച്ച് അപ്പോഴേക്കും മീൻകറി തിളക്കുന്നതിൻ്റെ മണം ഇങ്ങനെ മൂക്കിലേക്ക് അടിച്ച് കയറാൻ തുടങ്ങി. അപ്പം പിന്നെ നേരെ മീനൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്ത് അതിൻ്റെ മേലെ കുറച്ച് വേപ്പിൻ്റെലൊക്കെ ഇങ്ങനെ തൂക്കി കൊടുത്തു കേട്ടോ. തേങ്ങ അടിച്ചിട്ടാണ് ഇന്ന് മീൻകറി ഉണ്ടാക്കിയത്. പിന്നെ കൈയോടെ തന്നെ മീനും കൂടി അങ്ങോട്ട് വറക്കാനിട്ട് അത് തിരിച്ചും മറച്ചു വിട്ട് ഒന്ന് വറുത്തെടുക്കുന്ന സമയം കൊണ്ട് കുറച്ച് പാത്രമൊക്കെ കഴുകി വെക്കാണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴുകി വെച്ചു. അപ്പോൾ ആ കഴുകി വെച്ച് വന്നപ്പോഴേക്കും നല്ല പോലെ വിശപ്പായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനുള്ള സമയമായി. അങ്ങനെ എല്ലാവരും കൂടി ഊണൊക്കെ എടുത്ത് വെച്ച് നേരെ ഉപ്പേരി മീൻ വറുത്തതും മീൻകറി എല്ലാം കൂട്ടി ഞാനൊരു പിടി പിടിച്ചു. അപ്പോൾ അത്രയുള്ളൂ. ഓക്കെ, ബായ്.